ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാൻ വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് അവസാന കാലത്ത് നമുക്കൊരു കുറ്റബോധം പാടില്ല. ഞാൻ ശരിയായ രീതിയിലല്ല ജീവിച്ചത്, ഞാൻ ഇതൊന്നല്ലായിരുന്നു ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് അത് കൂടുതൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതറിയാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ ഒരു പഠനമായിരുന്നു. അത് ഏതാണ്ട് 75 വർഷം. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ പേര് ഹാർഡ്വേർഡ് സ്റ്റഡി ഓഫ് അഡൾട്ട് ഡെവലപ്മെന്റ്. ഇതിനിപ്പോ 4ാമത്തെ ചെയർമാനുള്ളത്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 75 വർഷത്തോളം ഇവർ ഏതാണ്ട് 724 ആളുകളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു. അതായത് ചെറുപ്പം മുതൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരെ കുറിച്ച് പഠിച്ചു. എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലവർ സംതൃപ്തരാണോ, അവരത് നേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് അവർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇവരെ പോയി കോണ്ടാക്ട് ചെയ്ത് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 75 വർഷം കഴിഞ്ഞു. ഇപ്പൊ അതിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ 90കളിലാണ്. അപ്പൊ ഈ സ്റ്റഡി എന്ന് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് കുറെ പണമുണ്ടായാൽ, നമ്മൾ പലരും വിചാരിക്കുന്നത് അങ്ങനെയാണ്, നമുക്ക് ഒരുപാട് പണം ഉണ്ടായാൽ ഈ സംതൃപ്തിയും സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്ന. വേറെ ചിലരുടെ ആവശ്യം ഒരുപാട് പ്രശസ്തിയാണ്. വലിയ പ്രശസ്തനായി കഴിഞ്ഞാൽ, ആൾക്കാരുടെ ഇടയിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എല്ലാവരുടെ ഇടയിലും അറിയപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അവസാന കാലഘട്ടത്തിൽ ഞാൻ വളരെയധികം സംതൃപ്തനായിരിക്കും. ഇതെല്ലാം വേണ്ടെന്നല്ല, പക്ഷേ ഇതൊന്നുമല്ല ഈ പറഞ്ഞ സംതൃപ്തി സമാധാനം സന്തോഷം നൽകിയിട്ടുള്ളത്. ഇവരുടെ സ്റ്റഡിയിൽ നിന്ന് അത് വ്യക്തമായത് അവർ മനസ്സിലാക്കിയത് ഇതാണ്: ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കാനുള്ള കഴിവ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഇടപഴകി ജീവിച്ചിരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി അടഞ്ഞിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിട്ടുള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊന്നും പിടിപെടാതിരുന്നിട്ടുള്ളത്. അവരുടെ ബുദ്ധിയായിരുന്നു അവസാന കാലം വരെ ഷാർപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമുക്കറിയാലോ ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ആരാ നമ്മളെ കൂട്ടത്തിൽ? രാഷ്ട്രീയക്കാർ അല്ലേ? രാഷ്ട്രീയക്കാരൻ നോക്കും, ഓരോരുത്തരുടെ പ്രായം പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, 50, 60, 70, 90 എന്ന് പറഞ്ഞിട്ട് അല്ലേ. അവർക്ക് അധികം അസുഖങ്ങളും പിടിപെടാറില്ല. ശരിക്കും പറഞ്ഞാൽ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല, ഉറങ്ങാൻ പറ്റാറില്ല. എന്നിട്ടും അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും അസുഖങ്ങളും ഇല്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഇവരാണ് സമൂഹത്തിൽ ഇടകലർന്ന് ഇഴകി ജീവിച്ചിരിക്കുന്ന ആളുകൾ. അത് മാത്രമല്ല, ഏറ്റവും നല്ല കുടുംബ ബന്ധം ഉള്ള ആളുകൾ, നല്ല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ആൾക്കാർ വേദന അധികം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മാനസികമായ വേദന ഒന്നും അവർ അധികം അറിഞ്ഞിട്ടില്ല. അവർക്ക് കാരണം അവരെ ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ടായിരുന്നു. ശാരീരിക വേദന പോലും അവർ ശക്തിയായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറയും. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ അവർ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ബുദ്ധിയും ഒരുപാട് കാലം നല്ല ഷാർപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ബന്ധങ്ങൾ. നമ്മൾ പലരും ബിസിയാണ്. നമ്മൾ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഇതാണ്. അപ്പൊ അത് വേണ്ടതല്ല, അതും നടക്കട്ടെ. പക്ഷെ അതിന്റെ കൂടെ നമ്മളെ ബന്ധങ്ങളെ മറക്കരുത്. പലപ്പോഴും പലരും അതൊന്നും ചിന്തിക്കാറില്ല. അവർക്ക് അതിനൊന്നും സമയമില്ല. അവർ പലപ്പോഴും റിലേഷൻഷിപ്പ്, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഓൺലൈനായിട്ട്, ഫേസ്ബുക്കിലൂടെയൊക്കെയാണ്. ചുറ്റുഭാഗം ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അവരായിട്ടൊന്നും സംസാരിക്കാനില്ല. പക്ഷെ ഓൺലൈനായിട്ട്, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും, ഫോൺ ചെയ്ത് സംസാരിക്കാം. ഭാര്യയുടെ ഒന്നും സംസാരിക്കാനില്ല. ആരുടെയൊക്കെയോ, അതായത് ആണോ പെണ്ണോ എന്ന് അറിയാത്ത ആളുകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോ ഇതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇപ്പൊ തന്നെ തീരുമാനിക്കുക. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനം സന്തോഷവും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾക്ക്, നമ്മുടെ റിലേഷൻഷിപ്പിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മൾക്ക് നമ്മുടെ ഭാര്യ, നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ കുടുംബങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, മാത്രമല്ല സമൂഹം, ഇവരോടൊക്കെ ഇടകലർന്ന് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ സംതൃപ്തി സമാധാനം സന്തോഷം കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ തീരുമാനിക്കാം. നിങ്ങൾ ഈ സദാസമയം ഇന്റർനെറ്റിൽ ചിലവഴിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നിച്ചിരിക്കുന്ന റൂമായിരിക്കും, പക്ഷെ എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുക, നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുക, പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, സൊല്യൂഷൻസ് കണ്ടെത്തുക, സന്തോഷിക്കുക, ചിരിക്കുക. അങ്ങനെ ഉല്ലാസത്തോടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതാണ്ടാവുക,
നമ്മൾ വെറും ജോലി എന്ന് വിചാരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ പ്രശസ്തി, അല്ലെങ്കിൽ ഇതൊന്നുമില്ല, അന്തം വിട്ട് ഈ പറഞ്ഞ ഇന്റർനെറ്റിൽ മുഴുകി ജീവിച്ച് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ്ടാവുമെന്ന് വെച്ചാൽ അവസാനം ആകുമ്പോഴേക്കും അത് അധികം കാലമൊന്നും ഒരു പോവില്ല എന്നർത്ഥം. ആരോഗ്യം നഷ്ടപ്പെടും, സ്വസ്ഥത നഷ്ടപ്പെടും, സന്തോഷം, സമൃദ്ധിയും സമാധാനം ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നോക്കാനും ഉണ്ടാവില്ല, ആരുണ്ടാവില്ല, ബന്ധങ്ങളും റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് കുറേ അങ്ങോട്ട് പോയിട്ട് നമ്മൾ പിന്നെ ഈ കുറ്റബോധം നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം തന്നെ തീരുമാനിക്കാം. കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് സ്റ്റഡി നടത്തിയത് കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബന്ധങ്ങളാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇന്ന് തന്നെ തീരുമാനിക്കുക. ഇപ്പം തന്നെ ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആരോട് വിളിക്കേണ്ട ആളുകളാണെങ്കിൽ വിളിക്കുക, കുടുംബക്കാരാണെങ്കിൽ കുടുംബക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ ഭാര്യയോടോ കുട്ടികളോടോ ആരോടൊക്കെ സംസാരിക്കാം. അങ്ങനെ ജനങ്ങളോട് ഇടപഴകി സംതൃപ്തമായി മുന്നോട്ട് നീക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.